നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 4 മത്സരങ്ങൾ, 24 ടാക്കിളുകൾ, 7 ഇൻ്റർസെപ്ഷൻസ്. ഒറ്റ തവണ പോലും അയാൾ ഡ്രിബിൾ ചെയ്ത് കടന്നു പോകാൻ കൊടികെട്ടിയ ഫോർവേഡ് മാർക്ക് പോലും കഴിഞ്ഞില്ല. ഇൻ്റർ മിലാൻ്റെ ലൗട്രോക്ക് കഴിഞ്ഞില്ല. അതുപോലെ അൽ ഹിലാലിൻ്റെ സൂപ്പർ താരങ്ങൾക്ക് കഴിഞ്ഞില്ല. ഡോട്ട്മുണ്ടിൻ്റെ താരങ്ങൾക്ക് കഴിഞ്ഞില്ല. യെസ്, തിയാഗോ സിൽവ എന്ന 40-കാരൻ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖത്ത് കിക്ക് കൊണ്ടു, മുഖം ചതഞ്ഞു. എന്നിട്ടും ഒരു പോരാളിയെപ്പോലെ അയാൾ കളിക്കളത്തിൽ നിന്ന് തൻ്റെ ടീമിൻ്റെ വിജയം ഉറപ്പാക്കുന്നതാണ് ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ കണ്ടത്. അവസാനം വരെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് കളിക്ക് ശേഷം അയാൾ പറയുന്നത് തികഞ്ഞ പോരാളിയുടെ ഭാഷയിലാണ്. മത്സരത്തിനിടക്ക് മാർക്കസ് ലിയനാർഡോയുടെ ആ ഒരു കിക്കാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടത്. അതിൻ്റെ ബ്ലൂയിസ് വളരെ കൃത്യമായിട്ട് കാണാം. കളി കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന് വരുന്ന ഘട്ടത്തിലും അല്ലെങ്കിൽ പോസ്റ്റ് മാച്ചിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ മുറിവ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വിശദീകരിക്കാൻ പറ്റാത്ത നിമിഷമാണ്. കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ സെമിയിലെത്തുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല ഇങ്ങനെ ഒരു പോക്കുണ്ടാകുമെന്ന്, ഇങ്ങനെ ഒരു കുതിപ്പുണ്ടാകുമെന്ന്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് വന്നു. ഞങ്ങൾക്കറിയാം ഈ ടീമുകളുടെ സാമ്പത്തികമായിട്ടുള്ള സൈസ് ഡിഫറൻസ് വളരെ വലുതാണ്. ഞങ്ങളെക്കാൾ വലിയ രൂപത്തിൽ ബജറ്റുള്ള ടീമുകളാണ് ഇവിടെ വന്ന് പോരടിക്കുന്നത്. പക്ഷെ ഞങ്ങളിങ്ങനെ പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ പോരാട്ടം കൊണ്ടാണ്. ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ ഈ ടീം, ഇതെല്ലാം ഞങ്ങൾ മികച്ച രൂപത്തിൽ ഒത്തൊരുമിച്ച് നിന്ന് സ്ട്രെങ്ത്തോടു കൂടിയാണ് പോകുന്നത്. എല്ലാവരും അവരുടെ ഒരു മികവ് കാണിക്കുന്നു. എല്ലാ മത്സരങ്ങളും ഞങ്ങൾക്ക് ഹ്യൂജ് ഫൈറ്റാണ്. പക്ഷെ ഞങ്ങളിതിനൊക്കെ പ്രിപ്പയർഡായിരുന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു ഈ ടീമുകൾക്കെതിരെ ഞങ്ങൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. കാരണം ഞങ്ങൾ ഈക്വൽ ടേംസ് കളിക്കാൻ പോയാൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് കളിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ബെറ്ററായിരുന്നു. ഈ ദിവസം ഞങ്ങൾ ബെറ്ററായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബെറ്ററായിരുന്നു ഇൻ്ററിനെതിരെ. ആൻഡ് അത് അവസാനം വരെ തുടരേണ്ടതുമുണ്ട് എന്ന് പോരാട്ടങ്ങൾ ഏറെ കണ്ട തിയാഗോ സിൽവ പറഞ്ഞു. എത്രത്തോളം പക്വതയോടെയാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്. തൻ്റെ ടീം അത്ര ശക്തമായ ടീമല്ലെന്നും വലിയ ബജറ്റുള്ള ടീമല്ലെന്നും താരതമ്യേന കുഞ്ഞൻ ടീമാണെന്നും അദ്ദേഹത്തിന് അറിയാം. എതിരാളികൾ കരുത്തുറ്റ ടീമാണ്, വലിയ സാമ്പത്തികം മുടക്കിയുണ്ടാക്കിയ വമ്പൻ ടീമുകളാണ്. പക്ഷേ അവർക്കെതിരെ അവസാന നിമിഷം വരെ പോരാടി നിന്ന് വിജയം പിടിച്ചെടുക്കാനുള്ള ആ ഒരു മികവുണ്ടല്ലോ, അതാണ് തിയാഗോ സിൽവയെയും സംഘത്തെയും വ്യത്യസ്തരാക്കുന്നത്. അപ്പോൾ 4 കളികളിലാണ് അദ്ദേഹം ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ച്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു കളി അദ്ദേഹം കളിച്ചിട്ടില്ല. 4 കളികളിൽ നിന്ന് ഈ 40-കാരൻ്റെ പെർഫോമൻസ് നോക്കുക. 202 പാസുകൾ അദ്ദേഹം കൊടുത്തു. ഡിഫൻഡറാണ്. 202 പാസുകൾ കൊടുത്തു. 182 ആക്യുറേറ്റ് ആയിരുന്നു. അതായത് 90% പാസിംഗ് ആക്യുറസി. ഇനി ഡ്യുവൽസിൽ 20 ഡ്യുവൽസ് 15 വിജയിച്ചു. 75% ഡ്യുവൽ എഫിഷ്യൻസി. ഇനി ഏരിയൽ ഡ്യുവൽസ് 14 11 അദ്ദേഹം വിൻ ചെയ്തു. അതായത് 79% അതിൽ ആക്യുറസി. 24 ടാക്കിളുകൾ, 7 ഇൻ്റർസെപ്ഷൻസ്. ഒറ്റ തവണ പോലും ഒരാൾക്കും അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്ത് കടക്കാനും പറ്റിയില്ല. ആകെ ഈ 4 കളികളിൽ നിന്ന് സെൻറ്റർ ബാക്കായിട്ടുള്ള തിയാഗോ സിൽവ കമ്മിറ്റ് ചെയ്തത് 2 ഫൗളുകളാണ്. യെസ്, തിയാഗോ സിൽവ വേറെ ലെവലാണ്. അദ്ദേഹം ഒരു പോരാളിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.